Can I share my screen? Yes. Yes, you may share the screen. Oh. Yeah, the recording has Okay. started. Oh, okay, thank you. Okay. So yeah, so we'll be talking about SketchUp and what does SketchUp basically do? നമ്മൾ ഓട്ടോകാഡിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് കയ്യിലുണ്ട്. പക്ഷെ അത് 3D മോഡൽ ആക്കണം, അതിനകത്ത് മെറ്റീരിയൽസ് ആഡ് ചെയ്യണം, അതിന്റെ ആ ഒരു വിഷ്വലൈസേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് സ്കെച്ചപ്പ്. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് ഇസ് ത്രൂ ക്രിയേറ്റിംഗ് ലൈൻസ്, പ്ലെയിൻസ് ആൻഡ് വോള്യൂംസ്. ഫസ്റ്റ് യു ക്രിയേറ്റ് എ സെറ്റ് ഓഫ് ലൈൻസ്, അതിനെ ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ യു ഗെറ്റ് എ 2D പ്ലെയിൻ, അതിനെ പുഷ് ഓർ പുൾ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് എ വോള്യൂം. That's like the only basic logic working behind this app. So push and pull tool use either you can construct not just buildings but any sort of 3D models, automobiles and products and it could be used for a variety of stuff. And then you can put it in different other softwares like Lumion, അങ്ങനെയൊക്കെയുള്ള softwares കേറ്റി നമുക്ക് render ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ you can use plugins like Enscape. ഈ plugins യൂസ് ചെയ്ത് കഴിയുമ്പോഴും you can get photorealistic renders and stuff. So ഇതിനകത്ത് നമുക്ക് കുറച്ച് tools available ആണ് which will make your designing process or your rendering process or your visualization process much more easier. For example, component warehouse. അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു കട പോലെ നമുക്ക് അതിനകത്ത് ചെല്ല, you can get all the stuff that you need. കൗച്ച് കിട്ടും, അങ്ങേയറ്റം ഒരു full fledged building വരെ കിട്ടും. If you are working on large urban design models and stuff, നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പ്ലേസ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ്, കാർ, മരം, എല്ലാ സാധനങ്ങളും കിട്ടും അതിനകത്ത്. പിന്നെ പ്ലഗിൻസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ യു ഹാവ് വേരിയസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലഗിൻസ്. ഒറ്റയടിക്ക് സ്റ്റെയർ കേസ് വരെ കൺസ്ട്രക്ട് ചെയ്യുന്നത് തൊട്ട് എൻസ്കേപ്പ് മാതിരി റെൻഡർ ചെയ്യുന്ന പ്ലഗിൻസ് വരെ ഉണ്ടാവും. So yeah, one thing you should note while toggling between softwares is that if you're someone who's familiar with a lot many softwares, ഇപ്പോൾ AutoCAD എന്ന് ഡ്രോയിങ് കൺവേർട്ട് ചെയ്തിട്ട് നേരെ സ്കെച്ചപ്പിലേക്ക് ചാടുന്ന അങ്ങനെയാണ് യൂഷ്വലി ഇതിന്റെ ഒരു വർക്ക് ഫ്ലോ വരാറുള്ളത്. ആ സമയത്ത് നമുക്ക് സ്ഥിരം പറ്റുന്ന ഒരു അമളയാണ് എൻറ്റർ ആവശ്യമില്ല. നമ്മൾ ഓട്ടോകാഡിനകത്ത് ഇപ്പോൾ എക്സൽ എൻറ്റർ, എച്ച് എൻറ്റർ, അല്ലെങ്കിൽ എക്സൽ സ്പേസ് ഇതുപോലെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഇവിടെ ആ ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ആ ഷോർട്ട് കട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ടൂള് മാറി. സോ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിന്റെ ആ ഒരു പ്രക്രിയയാണ്. First of all, go to its official website. Trimble എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഇത് കൊടുക്കുന്നത്. സോ സ്കെച്ചപ്പ് ഡൗൺലോഡ് ചെയ്യുക, വിൻഡോസ് ഇൻസ്റ്റാളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ആൻഡ് ദെൻ യു ഷുഡ് അലൗ ഫോർ ദ ചേഞ്ചസ്. ഇംഗ്ലീഷ് നമുക്ക് ഏതാണ് വേണ്ടത് ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. And then you can install it, save it in C program files. Installation process automatic ആണ്, അത് ഉടനെ തന്നെ തീർന്നോളും. Before you know it will be done. And then click finish and you get 3 shortcuts in your desktop: SketchUp Pro, പിന്നെ layout and style builder. സ്കെച്ചപ്പിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ മോഡലിംഗ് പ്രക്രിയകളെല്ലാം നടക്കുന്നത്. ലേഔട്ടിനകത്ത് നമുക്ക് ഈ ഉണ്ടാക്കിയ മോഡലിനെ നമുക്കൊരു ഷീറ്റിനകത്ത് സെറ്റ് ചെയ്ത്, പലപ്പോഴും ഈ ഫർണിച്ചർ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്ട് വിവ് നോട്ടീസ്ഡ് ഇസ് ദാറ്റ് നമ്മൾ ആ കാണുന്നതിന്റെ പ്ലാൻ സെക്ഷൻ, എലിവേഷൻ കൂടാണ്ട് കുറെ ജോയിനറി ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ സ്കെച്ചപ്പ് മാതിരിയുള്ള ഒരു 3D സോഫ്റ്റ്വെയറിനകത്ത് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആവുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ലേഔട്ട് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റ് സെറ്റ് ചെയ്യാൻ നേരത്ത് ഇറ്റ് ലുക്ക് ലോട്ട് നീറ്റർ, കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. സ്റ്റൈൽ ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ആ ഉള്ള സ്കെച്ചപ്പ് മോഡലിനെ ഒന്ന് സ്റ്റൈലാക്കി ഒന്ന് കുട്ടപ്പനാക്കി കൈ തരും. അതിന്റെ എഡ്ജസ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇറ്റ് ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ഇൻ ദി എൻഡ്. സോ ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓട്ടോകാഡ് ഫയലാണ് ഇപ്പോൾ നമ്മളൊരു സാമ്പിളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല, നമുക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മതി എവിടെയാണ് വാൾ വരാ, എവിടെയാണ് ഓപ്പണിംഗ് വരാ, ഇനി ലെവൽ ഡിഫറൻസസ് എന്തെങ്കിലും ഉണ്ടോ, ടൈൽ ഡ്രോപ്പോ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ദാറ്റ് വി നീഡ് ടു നോ അബൌട്ട്, സ്റ്റെപ്സ് ഉണ്ടോ, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പാകത്തിനുള്ള പ്രൊവിഷൻസ് എല്ലാം വിട്ടിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓട്ടോകാഡ് ഡ്രോയിങ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. സോ ആ ഒരു ഓട്ടോകാഡ് ഡ്രോയിങ് ആണ് നമ്മൾ DWG ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്ത് വെക്കും. ഇതാണ് നമ്മൾ പിന്നീട് സ്കെച്ചപ്പിനകത്തേക്ക് കയറ്റാൻ പോകുന്നത്.
സോ സ്കെച്ചപ്പ് ഫയൽ, പുതിയൊരു സ്കെച്ചപ്പ് ഫയൽ തുറന്നു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആർക്കിടെക്ചറൽ സെന്റിമീറ്റേഴ്സ് ആ ഒരു ഫയലാണ് നമ്മൾ എടുക്കുന്നത്. ദ മെയിൻ റീസൺ ഫോർ ദാറ്റ് ഇസ് ദാറ്റ് നമ്മുടെ ഓട്ടോകാഡ് ഫയൽ സെന്റിമീറ്റേഴ്സിലാണ് കിടക്കുന്നത്. സെയിം യൂണിറ്റിൽ തന്നെ വേണം നമ്മൾ സ്കെച്ചപ്പ് ഫയൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ. ആൻഡ് തുറന്നു കഴിയുമ്പോൾ തന്നെ ഈ മനുഷ്യനെ അവിടെ പോക്കറ്റിൽ കൈയിട്ട് നല്ല സ്റ്റൈലായിട്ട് നിൽക്കണം കേട്ടോ. നോട്ട് ജസ്റ്റ് ദിസ് ഗൈ, ചിലവരുടെ ഇതിനകത്ത് ഒരു ലേഡി ആയിരിക്കും. പക്ഷെ അതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്ന മോഡലിന്റെ ഒരു സ്കെയില് നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ, ഒരു ലൈവ് ആയിട്ടുള്ള ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം എത്ര വെച്ചുണ്ടാവും എന്നുള്ളൊരു കോമ്പാരിസൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇഫ് യു വോണ്ട്, ലൈക്ക് വളരെ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ എടുത്ത് മാറ്റാം, എടുത്ത് കളയാം, യു കെൻ ഡു വാട്ട് എവർ. ആൻഡ് നമ്മൾ ഓട്ടോ കാഡിന്റെ അകത്തുനിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എക്സ് ആൻഡ് വൈ ആക്സസ് ഉണ്ടാവും. ഇത് തന്നെ നമ്മൾ സ്കെച്ചപ്പിനകത്ത് വന്നു കഴിയുമ്പോൾ യു ഹാവ് 3 ആക്സസ്, എക്സ്, വൈ ആൻഡ് സെഡ്. അത് നമ്മൾ കളർ വെച്ചിട്ടാണ് ഇവിടെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഓട്ടോകാഡ് ഡ്രോയിങ് ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ വൺ തിങ് യു നോട്ടീസ് ഇസ് ദാറ്റ് എക്സ് ആക്സിസ് ആണ് റെഡ് കളർ, വൈ ആക്സിസ് ഇസ് ഗ്രീൻ ആൻഡ് സെഡ് ആക്സിസ് ഇസ് ബ്ലൂ. ഈ ഇന്റർഫേസ്, ദാറ്റ്സ് വൺ ഈസി വേ ടു റിമെമ്പർ ദിസ്. ഓട്ടോകാഡിന് തന്നെ കുറച്ചുകൂടെ ഒരു യങ്ങർ, ഫൺ ലവിങ്, അങ്ങനത്തെ ഒരു എന്താ പറയുക കുക്കു കൈൻഡ് ഓഫ് വേർഷൻ ആണ് സ്കെച്ചപ്പ്. ഇറ്റ്സ് വെരി ഈസി വൺസ് യു ഗെറ്റ് ടു നോ ഇറ്റ്. സോ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസ്. അതിനുള്ള ചിലതിനൊക്കെ ഷോർട്ട് കട്ട്സ് ഉണ്ട്, ചിലതിനില്ല. ബിക്കോസ് ആൽഫബറ്റിൽ ആകെ 26 അക്ഷരങ്ങളേ ഉള്ളൂ, ബട്ട് യു ഹാവ് വേ മോർ ടൂൾസ്. അപ്പൊ എല്ലാത്തിനും ഓരോ ലെറ്റർ വെച്ച് കൊടുക്കാൻ നിന്നാൽ നടക്കില്ല. ഇറേസർ, ഇതെല്ലാം മുകളിലത്തെ ആ ഒരു, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇമേജ്, ഏറ്റവും മുകളില് ഈ ടൂൾ ബാറിനകത്ത് നമുക്ക് കാണാം ഒരു പോയിന്റർ, ഇറേസർ, പെൻസിൽ, ഇങ്ങനെയുള്ള ഓരോ ടൂൾസ്. അപ്പോൾ ഈ സെക്കൻഡ് ലൈനിൽ കിടക്കുന്ന ടൂൾസ് ആണ് നമുക്ക് യൂഷ്വലി വരുന്നത്. മറ്റേത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്തതാണ് ഫോർ മൈ വർക്ക് ഫ്ലോ. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇറേസർ ടൂൾ ഉണ്ടാവും, ആർക്ക് ടൂൾ ഉണ്ട്, സർക്കിൾ ടൂൾ ഉണ്ട്, ലൈൻ ടൂൾ ഉണ്ട്. അപ്പൊ ഈ ഷോർട്ട് കട്ട്സ് നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മേക്കിംഗ് യുവർ വർക്ക് ഫ്ലോ വേ ഫാസ്റ്റർ. പിന്നെ നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൊട്ടേറ്റ് ടൂളും ഉണ്ട്, മൂവ് ടൂളും ഉണ്ട്. സോ റൊട്ടേറ്റ് ടൂൾ പലപ്പോഴും നമുക്ക് വി ഫൈൻഡ് ഇറ്റ് ഇറ്റ്സ് എ ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ്, അതിന്റെ ആ ഒരു പ്രോസസ്. അത് ലേറ്റർ ഓൺ ഐ ഷോ യു എൻ എക്സാമ്പിൾ, ഒരു കമ്പാരിസൺ ഞാൻ കാണിച്ചു തരാം. മൂവ് ടൂൾ എടുക്കുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഒരു കോമ്പണന്റ് എടുത്തു കഴിയുമ്പോൾ. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ക്ലിയറർ ഇഫ് ഐ ഷോഡ് യു എൻ എക്സാമ്പിൾ. സോ ഐ ഗെറ്റ് back to it by the end of this presentation. പിന്നെ ഉള്ളത് ഓർബിറ്റ് ടൂൾ ഉണ്ട്, ഹാൻഡ് ടൂൾ ഉണ്ട്, സൂം ടൂൾ ഉണ്ട്, സൂം എക്സ്റ്റെൻഡ്. ഇതെല്ലാം പാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓർബിറ്റ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓ ഞെക്കിയിട്ട് വെറുതെ മൗസിന്റെ ലെഫ്റ്റ് ക്ലിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മോഡൽ നീക്കാൻ പറ്റും. എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ് 360 ഡിഗ്രി നമുക്ക് പാൻ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഒരു ഈസിയർ വേ ഇസ് നമ്മുടെ മൗസിന്റെ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു വീലില്ലേ, അത് ഞെക്കി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി, മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിയുമ്പോൾ ഇറ്റ്സ് എ ലോട്ട് മോർ ഈസിയർ ടു പാൻ. പിന്നെ ഹാൻഡ് ടൂൾ ഉണ്ട്. ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി മാത്രമേ നീക്കാൻ പറ്റുള്ളൂ. അതായത് സ്ക്രീനിന്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് ആ ഒരു ആക്സസിൽ നമുക്ക് സൂം ചെയ്യാനോ അല്ലെങ്കിൽ മാറാനോ നടക്കില്ല. സൂം ചെയ്യാൻ പറ്റും, പക്ഷെ മാറാൻ നടക്കില്ല നമുക്ക്. പിന്നെ സൂം ടൂൾ, അത് ആ ടൂള് തന്നെ തെരഞ്ഞു പിടിച്ചെടുക്കണം എന്നില്ല, വെറുതെ സ്ക്രോൾ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൂം ആയി. PDF ഒക്കെ നമ്മൾ സൂം ചെയ്യുന്ന പോലെ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ സൂം എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ചെറിയ ചെറിയ മോഡൽസിൽ വർക്ക് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വുഡ് ബി എ ഹ്യൂജ് ഇഷ്യൂ. പക്ഷെ കുറച്ചുകൂടെ വലിയ ഏർബൻ മാതിരിയുള്ള പ്രോജക്ട്സോ അല്ലെങ്കിൽ കുറച്ചധികം വലിയൊരു പ്രോജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സമയം നമ്മൾ ചെയ്തു പോകുമ്പോൾ കൈയൊക്കെ തട്ടിയിട്ട് മൗസ് അങ്ങോട്ടും കൂടെ നീങ്ങി you'll forget where you were in what part of the model you were working on. അങ്ങനെയുള്ള സമയങ്ങളിലാണ് സൂം എക്സ്റ്റെൻഡ് നമുക്ക് യൂസ് ചെയ്യുന്നത്. സൂം ഔട്ട് ചെയ്ത് it will bring you to a point where you can see the entire model. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ് ഓട്ടോകാഡിന്. ഫയൽ എടുക്കുക, ഇമ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് യു എൻറ്റർ ദ ഡ്രോയിങ് ഫയൽ നെയിം ആൻഡ് ലൊക്കേഷൻ. അത് DWG ഫോമാറ്റിൽ തന്നെയാണെന്നുള്ളതാണ്. 2D ഫയലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ ഞെക്കി കൊടുക്കുക. ഇപ്പോഴുള്ളത് ഒരു വീഡിയോ ആണ്. ഇറ്റ്സ് എ സ്ക്രീൻ റെക്കോർഡിംഗ് ഓഫ് ഹൗ യു ഇമ്പോർട്ട് എ ഫയൽ. ഇതിനകത്ത് പേര് കൊടുത്തു, കറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇതാ നമ്മുടെ ഒരു വീടിന്റെ ആ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളെപ്പോഴും ഇതൊരു നമ്മളിപ്പോ ഇതൊരു 3 ഡിഫറെന്റ്
പ്ലാൻസ് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. ദ റീസൺ ഫോർ ദാറ്റ് ഇസ് ദാറ്റ് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യാണ് ആ പ്ലാനിനെ. ഫസ്റ്റ് പ്ലിന്ത് ലെവൽ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഒരു ഫ്ലോറിന്റെ വാൾസ് ഉണ്ടാവും, അതിന്റെ മുകളിൽ ഹലോ ഹലോ ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? did anyone ask any doubt in between? No, Adira, you may continue. Yeah. ഓക്കെ. സോ നമ്മളിത് ഒരു 3 എണ്ണമായിട്ട് സേവ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയിൽ. അതെന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലിന്ത് ലെവൽ ഉണ്ടാക്കി, വാൾസിന്റെ ലെവൽ ഉണ്ടാക്കി, പിന്നെ റൂഫിന് വേണ്ടി ഒരു ലെയർ ഉണ്ടാക്കി. അഡീഷണൽ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഷെയ്ഡിന് വേണമെങ്കിൽ ഒരു സൺഷെയ്ഡിന് വേണമെങ്കിൽ ഒരെണ്ണം ഇടാം, പിന്നെ ഡോസ് ആൻഡ് വിൻഡോസ് അങ്ങനത്തെ ഫെനസ്ട്രേഷൻസിന് വേണ്ടിയിട്ടും ഒരെണ്ണം കൂടെ കോപ്പി ചെയ്തിടാം. ദാറ്റ് ഇസ് ഓൾ അക്കോർഡിംഗ് ടു യുവർ വിൽ. ബട്ട് ഫോർ ഈ ഒരു ഡെമോൺസ്ട്രേഷന്റെ സെക്കിന് വേണ്ടിയിട്ട് ഐ ജസ്റ്റ് പുട്ട് 3. ഇതുപോലെ കോപ്പി ചെയ്തു. മൂവ് ടൂൾ ഞെക്കിയിട്ട് കൺട്രോൾ ഞെക്കിയിട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ കോപ്പി. ദാറ്റ്സ് ഹൗ യു മേക്ക് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് കോപ്പീസ്. അപ്പൊ അതിന്റെ പുറത്തൂടെ വെച്ചിട്ട് ഔട്ട്ലൈൻ വെച്ചിട്ട് ഞാൻ ലൈൻ ടൂൾ വെച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഈ സ്റ്റെപ്സ് ആദ്യമേ തന്നെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. സോ പ്ലിന്തിന്നും കയറാനുള്ള ആ ഒരു ലെവലിലാണല്ലോ ആ സ്റ്റെപ്സ് നിൽക്കുന്നത്. അതങ്ങനെ എടുത്തു. എന്നിട്ട് ആ പ്ലാനിനെ എടുത്തങ്ങ് ഞാൻ ഹൈഡ് ചെയ്ത് കളയാണ്. ഇനിയിപ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ദെൻ ഐ ഹൈലൈറ്റ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ കോമ്പണന്റ്. ആ കോമ്പണന്റിന് ഫ്ലോറിന് തൽക്കാലം ഒരു പേര് ഇട്ടിട്ടുണ്ട്. സെയിം തിങ് ഗോസ്. ഞാൻ ഇതുപോലെ വാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സി ഇവിടെ നമ്മൾ ഫ്ലോറിന് ചെയ്ത പോലെ ഹൈലൈറ്റ് എടുത്ത് വരയ്ക്കല് ഇതിന് ഇരട്ടിപ്പണിയാവും. സോ ദ ബെസ്റ്റ് തിങ് വി കുഡ് ഡു ഇസ് എക്സ്പ്ലോഡ് ചെയ്യുക. ആൻഡ് ദെൻ ഇടയ്ക്ക് യൂഷ്വലി എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതിന്റെ ഉള്ളിലുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ് എല്ലാം ഒരു പ്ലെയിൻ ആയി വരേണ്ടതാണ്. ഐ തിങ്ക് ദർ സംതിങ് റോങ് വിത്ത് ദ ഡ്രോയിങ് പ്രോബബ്ലി. അത് അങ്ങനെ വന്നില്ല. സോ ഇതുപോലെ ഇടയ്ക്ക് ഫില്ലർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ വെട്ടും കുത്തും എല്ലാം അങ്ങ് ഫില്ലായി പൊക്കോളും. നമുക്ക് കുറച്ചുകൂടെ വർക്ക് ഫ്ലോ ഇസ് ഈസിയർ. എന്നിട്ട് അത് ഞാൻ സെലക്ട് ചെയ്ത ഒരു കോമ്പണന്റ് ആക്കാണ്. പിന്നീട് അതിനെയാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്ത് പുഷ് ചെയ്ത് പുള്ളി ചെയ്ത് വാൾസ് പൊക്കുക താഴ്ത്തുക ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് റൂഫിന് വേണ്ട ലെയർ ഉണ്ടാവും. അതും ഇതുപോലെ തന്നെ ആവശ്യത്തിന് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നു. ആ പ്ലാനിനെ അങ്ങെടുത്ത് ഹൈഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ കോമ്പണന്റ് ആക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ ഇട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ആദ്യമേ തന്നെ കോമ്പണന്റ് ആക്കി ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വാള് പൊക്കാൻ താഴ്ത്തുകയും ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കല് ബുദ്ധിമുട്ടായിരിക്കും. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഈസിയർ ഇഫ് ഐ ഷോഡ് യു ഹൗ അതെങ്ങനെയാണ് എക്സാക്ട്ലി എന്നുള്ളതിന്. ഇതാണ് നമ്മൾ ലാസ്റ്റ് പണിത് വരുന്ന സാധനം. സ്പോയിലർ അലേർട്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു ഇന്റർഫേസിനകത്ത് ഞാൻ ലൈൻ ടൂളാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ? ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ സാധനം ഒരു കോമ്പണന്റ് ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഒരു പ്ലെയിൻ ഹൈലൈറ്റ് ആവും. ഈ പ്ലെയിൻ ഹൈലൈറ്റ് ആയി. പിന്നീട് ഇഫ് ഐ പുഷ് ദിസ് ഒരു നല്ലൊരു ഹൈറ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിന്. ഒരു 200 എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസിയർ ടു വർക്ക്. ഈ കോമ്പണന്റ് അങ്ങനെ തന്നെ പുഷ് ആയി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനിത് വലുതാക്കിയതിന് ശേഷമാണ് ഞാനിത് കോമ്പണന്റ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടു വർക്ക് ചെയ്ത് നമ്മൾ സ്പീഡിൽ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ ഇത് കണ്ടോ, ഇയാളെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് വിട്ടുപോകും. നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ കോമ്പണന്റ് ആക്കിയിട്ട് വർക്ക് ചെയ്യുന്നത് നല്ലത് നമുക്ക്. And then so yeah, ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി പുഷ് പുൾ ടൂൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ടൂൾ വെച്ചിട്ട് യു പുഷ് ഇറ്റ് ഫോർവേഡ് ആൻഡ് ദെൻ ഇവിടെ അടിയിൽ ഒരു ചെറിയൊരു പെട്ടി വരും. ഈ പെട്ടിക്കകത്ത് യു ക്യാൻ എൻറ്റർ. ഒന്നും ചെയ്യേണ്ട,
വെറുതെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി എത്ര ഹൈറ്റിൽ ഇത് പൊക്കണ്ടത്. അപ്പോൾ 45 ഒരു 60 സെന്റിമീറ്റേഴ്സ് ആണ് പ്ലിന്ത് ഹൈറ്റ് വരുന്നത്. അപ്പോൾ 60 ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ അടിച്ചു, ഇതാ പൊങ്ങി. 45, 30, 15 അങ്ങനെ കണ്ടോ. താഴെ നോട്ട് ചെയ്യാൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വിസിബിൾ ഹിയർ, പക്ഷെ താഴെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഒരു ഹൈറ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് അത്രയായിട്ട് തന്നെ പോകും. ആൻഡ് ദെൻ കുറച്ചൊന്ന് വൃത്തിയാക്കി എടുക്കാൻ ഇതുപോലത്തെ ലൈൻസ് എല്ലാം നമുക്ക് ഇറേസർ ടൂൾ വെച്ച് മാച്ച് കളയുകയും ചെയ്യാം. ഇതിങ്ങനെ മിനുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. Yeah, so the component has been edited. Ini the reason, again another reason why we work in components is because ഇത് നമുക്ക് ഇനി റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. കണ്ടോ ഇവിടെ സൈഡില് ഈ ഒരു പാനലിനകത്ത് കോമ്പണൻസ് എന്ന് പറഞ്ഞ ഈ പാനലിനകത്ത് ചെന്നിട്ട് ഫ്ലോർ എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത സാധനം അവിടെ കിടക്കുന്നുണ്ട്. സോറി, ദിസ് കീപ്സ് ഗോയിങ്. ആ ഫ്ലോർ എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്ത ആള് അങ്ങോട്ട് അവിടെ കിടപ്പുണ്ട്. ഇനി അങ്ങേരെ വീണ്ടും എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ സെയിം തിങ് തന്നെ വരും. ഈ കോമ്പണന്റിനകത്ത് ഞാനൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ഞാൻ പിന്നീട് എടുക്കുന്ന ആ കോമ്പണന്റ് സ്റ്റോറേജിനകത്ത് തന്നെയാണ് ആ ചേഞ്ച് വരുന്നത്. ഇനി എടുക്കുന്ന ഓരോ തവണ ഫ്ലോർ എടുക്കുമ്പോഴും ഞാൻ നടുക്കൊരു വര ഇട്ട് കഴിഞ്ഞാൽ ആ വര വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതും നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇതാ കിടക്കുന്നു, ഒരു വര വരച്ചു, അപ്പുറത്ത് അവന്റെ ദേഹത്ത് കൊണ്ടുവരണം. ഇനി യു ക്യാൻ മേക്ക് ഇറ്റ് യുണീക്ക്. യുണീക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് യുണീക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുത്തുന്ന ചേഞ്ചസ് അവിടെ തന്നെ നിൽക്കും, ബാക്കിയുള്ള കോമ്പണൻസിൽ വരില്ല. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ വാൾസ് എല്ലാം പൊക്കാൻ പോവാണ്. സോ ഇത് കണ്ടല്ലോ കുറെ കഷ്ണങ്ങളായിട്ടാണ് കിടക്കണം എല്ലാം. അപ്പൊ നമ്മൾ ഇതുപോലെ പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തു. ആ ഒരു ക്ലോസ് പ്ലെയിൻ എല്ലാത്തിനും നമ്മൾ പുഷ് പുൾ യൂസ് ചെയ്യാൻ നേരത്ത് കൺട്രോൾ ഞെക്കിയിട്ട് വേണം പൊക്കാൻ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ആസ് എ ന്യൂ പ്ലെയിൻ. അങ്ങനെ ആകുമ്പോൾ അടിയിൽ ഹോളോ ആയിരിക്കില്ല. കൺട്രോൾ ഞെക്കാണ്ടാ ചെയ്തെന്നുണ്ടെങ്കിൽ ഈ വാളിന്റെ ഒക്കെ അടിയിൽ ഫുള്ള് ഹോളോ ആയിരിക്കും. നമ്മളിന്ന് തലകുത്തി ആ മോഡൽ ഒന്ന് തലകുത്തി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഓട്ടയായിരിക്കും. ഇപ്പുറത്തെ നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ടൂൾ നേരത്തെ കാണിച്ചു മെഷറിംഗ് ടേപ്പ് ടൂൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്ലിംസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മെഷറിംഗ് ടേപ്പ് ടൂൾ വെച്ചിട്ട് നമുക്ക് ലിന്റൽ ലെവൽ അളന്നെടുത്തിട്ട് അവിടെ ഒരു വെട്ട് കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് ഈസിലി നമുക്ക് പ്രൊജക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിൻഡോയിന്റെ ഓപ്പണിംഗ് ആക്കി. ബിക്കോസ് നമ്മൾ എപ്പോഴും ഡ്രോയിങ്സിനകത്ത് സിൽ ലെവലും ലിന്റൽ ലെവലും ആണല്ലോ കൊടുക്കുന്നത്. ആ ഒരു വിൻഡോയിന്റെ ഹൈറ്റ് എന്നുള്ള ഒരു വിൻഡോയിന്റെ സൈസ് എന്നല്ലല്ലോ, ആ റെസ്പെക്റ്റിലല്ലല്ലോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഓപ്പണിങ്സും ക്രിയേറ്റ് ചെയ്തു. യു ക്യാൻ ഫോളോ ദ സെയിം പ്രൊസീജിയർ ഫോർ എനി കൈൻഡ് ഓഫ് ഓപ്പണിംഗ്. പിന്നെ വൺ തിങ് ഐ ഡോണ്ട് ഇതിനകത്ത് കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നത് ഇസ് ഹൗ ടു ക്രിയേറ്റ് എ ഹോൾ വിത്തിൻ എ പ്ലെയിൻ. അതും ഞാൻ കാണിച്ചു തരാം. ബൈ ദി എൻഡ് ഓഫ് ദിസ് PPT ഞാൻ കാണിച്ചു തരുന്നതായി. ഞാൻ ആ ഒരു സോഫ്റ്റ്വെയർ ഇന്റർഫേസ് കുറച്ചുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പോ നമ്മള് ഇങ്ങനെയുള്ള ഓപ്പണിങ്സ് ഉണ്ടാക്കി. ഇനി നല്ല മാന്യമായിട്ട് നമുക്ക് ഡോറ് വെക്കണം. അപ്പൊ ഒന്നല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ കുത്തിയിരുന്ന് ഡോറ് പണിയാം. ഇങ്ങനെയുള്ള ഒരു ഡോറാണ് എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് വരച്ചുണ്ടാക്കി അതിന്റെ ടെക്സ്ചർ ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് നമുക്ക് കോമ്പണന്റ് സ്റ്റോറിൽ പോവുക, വെയർ ഹൗസിൽ പോവുക, ഒരു ഡോർ എടുക്കുക, നമ്മുടെ സൈസിനനുസരിച്ച് അതിനെങ്ങ് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് പറഞ്ഞത്, കോമ്പണന്റിന് മുകളിൽ നമ്മൾ മൂവ് ഞെക്കുമ്പോൾ തന്നെ കണ്ടോ പ്ലസ് സൈൻ കണ്ടോ ഓരോ കോമ്പോണന്റിന് മുകളിലും. അതുമ്മ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് സോ മച്ച് ഈസിയർ ടു ഹാൻഡിൽ ദാൻ ദി ആക്ച്വൽ പ്രൊട്രാക്ടർ ടൂൾ. നമ്മൾ റീസൈസ് ചെയ്യുകയാണ് അതിനെ. എസ് എന്നുള്ള ഒരു ഷോർട്ട് കട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും, റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും. കാര്യം കഴിഞ്ഞു. കഴിഞ്ഞ് ഫ്ലിപ്പ് ചെയ്താൽ മതി. റീസൈസ് ചെയ്തതിൽ എന്തോ ഒരു അപാകത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും റീസൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഫിറ്റ് ടു പെർഫെക്ഷൻ. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഡോറ് നമ്മൾ പിടിപ്പിച്ചു. ഇതുപോലെ ഡോറ് മാത്രമല്ല, യു ക്യാൻ ഫിറ്റ് എനി കൈൻഡ് ഓഫ് സ്റ്റഫ്. ലൈക്ക് ഒരു വിൻഡോ പിടിപ്പിക്കണോ, വെന്റ് പിടിപ്പിക്കണോ, കിച്ചൺ സ്ലാബ് വേണോ, ഫുൾ ബ്ലോൺ കിച്ചൺ മോഡൽസ് വരെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യു ക്യാൻ ഗെറ്റ് ഫുൾ സൈസ് ബിൽഡിങ്സ് ആസ് വെൽ ഇതിനകത്ത്.
നമുക്ക് വേണ്ട സാധനം അതിൽ നിന്ന് കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അങ്ങനെ വീട് നമ്മൾ പൊക്കി ഞാൻ അസലായിട്ട് വെയർ ഹൗസിൽ നിന്ന് എല്ലാം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡോറും വിൻഡോ എല്ലാം. ഇങ്ങനെ ഇരിക്കും നമ്മളുടെ ഒരു വീട്. കണ്ടോ, ഇതുപോലത്തെ സ്ലാബും ഇങ്ങനത്തെ സാധനങ്ങളും എല്ലാം നമുക്ക് ഇടയ്ക്കുന്ന് പൊക്കുന്നെങ്കിൽ പൊക്കാം. ആൻഡ് മെറ്റീരിയൽസ് ആഡ് ചെയ്തതിന്റെ ഒരു ഗുണം ആ വിൻഡോന്റെ ഉള്ളിൽ കൂടെ നമുക്ക് അകത്തേക്ക് കാണാനും പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ അതിന്റെ കൂടെ കോമ്പണന്റിന്റെ കൂടെ വന്ന മെറ്റീരിയൽ തന്നെ. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മൾ ആ ഒരു കോമ്പണന്റ്, വാട്ട് എവർ കോമ്പണന്റ് യു ആർ വിഷിംഗ് ടു ആഡ് ദ മെറ്റീരിയൽ ടു, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ആദ്യത്തെ തവണ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തത്തിൽ കുത്തായിട്ടുള്ള, അതായത് സെലക്ഷൻ മൊത്തം കോമ്പണന്റിലാണ് വരുന്നത്. അവിടെ നമ്മൾ ഒരു മെറ്റീരിയൽ ഇട്ടാൽ ആ കോമ്പണന്റിന്റെ എല്ലാ ഭാഗത്തും, ഇപ്പൊ അകത്തുള്ള സ്ലാബിലടക്കം സെയിം മെറ്റീരിയൽ തന്നെ വരും. അതല്ല നമുക്ക് ഓരോ ഭാഗത്തായിട്ടാണ്, എക്സ്റ്റീരിയർ വാളിൽ ക്ലാഡിംഗ് ആയിട്ടാണ് നമ്മൾ സാധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കോമ്പണന്റിന്റെ ആ ഒരു ഭാഗം മാത്രമാവും. ആൻഡ് ദെൻ സൈഡില് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഈ പാനൽ ഉണ്ട്. അതിനകത്ത് പോയി ഇൻബിൽട്ട് ആയിട്ട് സ്കെച്ചപ്പിന്റെ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. യു ഹാവ് എ ലാർജ് ഓപ്ഷൻ. അതിനകത്തുനിന്ന് ഒന്നല്ലെങ്കിൽ ഇടാം. കണ്ടോ, ഓരോ ഭാഗത്തിന് ഓരോന്ന് വെച്ചിടാൻ പറ്റുന്നുണ്ട്. ബ്രിക്ക് ഇടണമെങ്കിൽ ബ്രിക്ക് ഇടാം, കോൺക്രീറ്റ് ഇടണമെങ്കിൽ കോൺക്രീറ്റ് ഇടാം. Any sort of materials are possible to add. അത് ഇനി ഭാഗികമായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മുടെ ഡ്രോപ്പർ ടൂൾ ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഇവിടെ ഡ്രോപ്പർ ടൂൾ ഉണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിലുള്ളത് ആ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് അതേ സെയിം മെറ്റീരിയൽ തന്നെ ഇപ്പുറത്തും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബക്കറ്റ് ടൂൾ ആട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ബക്കറ്റ് ടൂൾ ഞെക്കണമെന്നില്ല. ജസ്റ്റ് ഗോ ടു മെറ്റീരിയൽ, സെലക്ട് ഇറ്റ്, ക്ലിക്ക് ചെയ്യുക, കൊണ്ടുപോയിടുക, ക്ലിക്ക് ചെയ്യുക, കൊണ്ടുപോയിടുക. ഇനി അത് പോരാന്ന് നമുക്ക് തോന്നണം, ആ മെറ്റീരിയൽ പോരാ, എൻ്റെ കയ്യിലുള്ളത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ ഞാൻ ആഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത്. ഈ ഒരു പ്ലസ് സൈൻ എടുക്കുക, താഴെ സെലക്ട് ചെയ്യുക, ഇതാ ഇതിനകത്ത് പോയി പിന്നെ നമ്മൾ ഫയലിൽ നിന്ന് സെലക്ട് ചെയ്യുക, കൊടുക്കുക. ഇതിപ്പോ സ്കെയിൽ മാറ്റുകയാണ്, കാരണം തീരെ ചെറുതാണ് ഈ ബ്രിക്സ്. അപ്പൊ നമ്മൾ സ്കെയിൽ മാറ്റി കൊടുക്കുകയാണ്. നേരത്തെ കണ്ടത് അതിന്റെ ഒരു ഡബിൾ സൈസ് മതി. അപ്പൊ അതേ കിട്ടി. ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് കുറച്ച് വൃത്തികേടായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ മെറ്റീരിയൽ മാറ്റി. അതാ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ബിൽഡിംഗ്. ഇനി നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഈ മോഡൽ ഇത്രയും നേരം കൺസ്ട്രക്ഷൻ ആയിരുന്നു, കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ഇനി അതിന്റെ റെപ്രസെന്റേഷൻ ആണ്. നമ്മളിപ്പോ പല സീൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഈ സൈഡിലെ ടാബിൽ സീൻസ് എടുത്ത് ഈ പ്ലസ് സൈൻ ഇട്ടാൽ മതി. നമ്മൾ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ചിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ പ്ലസ് കൊടുത്താലും ഓരോ സീനാണ് കിട്ടുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ എത്ര സൂം ഔട്ട് ചെയ്ത് പോയി നമ്മൾ അതിന്റെ ഉള്ളിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നാലും കറക്റ്റ് ഈ ഒരു ആംഗിളിൽ തന്നെ നമുക്ക് വീണ്ടും കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റും. ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഫയലിൽ പോവുക, എക്സ്പോർട്ട് 2D ഗ്രാഫിക്, സേവ് as .jpg or any desired format. കാര്യം കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ആ ഒരു റെപ്രസെന്റേഷൻ. ഇതിപ്പോ ഈ ഒരു പലരുടെയും കയ്യിൽ സ്കെച്ചപ്പ് സോഫ്റ്റ്വെയർ പോലും ഇല്ല എന്ന് തോന്നുന്നു ഇത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ. അത് കാരണം ഞാൻ ഒരുപാട് അങ്ങോട്ട് ഫീച്ചേഴ്സിൽ പൊലിപ്പിക്കാൻ നിന്നിട്ടില്ല ഇപ്പൊ തൽക്കാലം. ഇത് ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഓരോരോ ഫീച്ചേഴ്സ് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഗെറ്റ് വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് ടോഗ്ലിംഗ്. ഇപ്പൊ നടുക്കത്തെ സ്ക്രോൾ ബട്ടൺ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വളരെ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ തന്നെ ഹാഫ് ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്. ഒരു വീഡിയോ ഗെയിം കളിച്ചു പോകുന്ന പോലെ ഉള്ളൂ. ഇനിയും ഞാൻ നേരത്തെ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം, റെക്ടാങ്കിൾ ആർ അല്ലെങ്കിൽ ഈ ഒരു സാധനം, നേരത്തെ ഇവിടെ സി ആയിരുന്നു കിടന്നിരുന്നത്, അത് അങ്ങനെ വന്ന് ഇതിനകത്ത് ഇപ്പൊ ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്ത റെക്ടാങ്കിൾ ടൂൾ ആയിരുന്നു. ഇതുപോലെ ഒരു റെക്ടാങ്കിൾ എന്തെങ്കിലും ഒരു ഷേപ്പ് നമുക്കുണ്ട്. ഇത് നമ്മളിനി പുഷ് ചെയ്യാണ്, കൺട്രോൾ ഞെക്കി പി ഞെക്കിയിട്ട് കൺട്രോൾ ഞെക്കി കഴിഞ്ഞാൽ പുതിയൊരു പ്ലെയിൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് സേ ഒരു 10 centimeters. നോട്ടീസ് അറ്റ് ദ ബോട്ടം
ബോട്ടം റൈറ്റ് കോർണർ ഡിസ്റ്റൻസ് 10 എന്നാണ് ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത്. 10 സെന്റിമീറ്റർ ഒരു സ്ലാബ് ഇട്ടു നമ്മൾ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാക്കണം. ലെറ്റ്സ് സേ ഒരു പെർട്ടിക്കുലർ ഡയമെൻഷനിൽ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 50 സെന്റിമീറ്റേഴ്സ് വിട്ടിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. ഓൾവേസ് ബി കെയർഫുൾ ടു നോട്ട് ദാറ്റ് ഇപ്പോ ആക്സസ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് കറക്റ്റ് ആയിട്ട്. ഇത് കണ്ടോ, ഈ ടേപ്പ് വലിച്ചു പിടിച്ചേക്കുമ്പോഴും റെഡ് ആക്സസിലൂടെ അല്ലെങ്കിൽ ഗ്രീൻ ആക്സസിലൂടെയാണ് പോയിട്ടുള്ളത്. ചെരിഞ്ഞിരിക്കുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞ് തന്നെ എടുക്കണം, അത് വേറെ കാര്യം. പിന്നെ വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുക്കുക, ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. നമ്മൾ ഈ വരയ്ക്കുന്ന സാധനം കറക്റ്റ് പ്ലെയിനിൽ തന്നെയാണോ വീണേന്ന് അറിയാനുള്ള ഒരു വഴിയുണ്ട്. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ലൈറ്റ് ആയിട്ടുള്ളൊരു ലൈൻ അല്ലേ. ഇനി ഞാനിത് തോന്നിയ പോലെ ഇങ്ങനെ വരച്ചു വെക്കാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ കുറച്ചുകൂടി ഡാർക്കർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കറക്റ്റ് പ്ലെയിൻ. ഇത് കറക്റ്റ് ആയിട്ട് വന്ന് മുട്ടിയിട്ടില്ല, ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിട്ടില്ല. അതാണ് അതിന്റെ അർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ഓൾസോ ബി സംതിങ് ലൈക്ക് ദിസ്. കണ്ടോ, കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ വീണിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കാര്യവും കൂടിയാണ്. ഇനി ഇത് push pull tool is and when you're trying to make holes or when you're trying to make punctures in a particular element, നമുക്ക് കൺട്രോൾ ഞെക്കണ്ട പുഷ് പുൾ യൂസ് ചെയ്യാൻ നേരത്ത്. വെറുതെ പി എന്ന് പറയുന്ന ഈ ഒരു ആൽഫബറ്റ് ഞെക്കുക ആൻഡ് ദെൻ ജസ്റ്റ് പുഷ്. ഇതിന്റെ ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് നിർത്തുക, ഹോളായി. നമുക്ക് എവിടെയാണോ ഈ ഒരു പ്ലെയിനിന്റെ അറ്റം ഏതാണോ അവിടെ ചെന്ന് മുട്ടുമ്പോ കാണാം. അത് വേറെയും ഒരു വഴിയുണ്ട്. ഇതിങ്ങനെ പുഷ് ചെയ്തിട്ട് ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു കളർ ചേഞ്ചിങ് എഫക്ട്, ലൈക് കളർ ചേഞ്ചിങ് അല്ല, ഒരു എന്തോ ഒരു റിഫ്ലക്റ്റീവ്, ഈ സാധനം ഈ ലൈൻ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പൊ തന്നെ അതിന്റെ അർത്ഥം മുട്ടി എന്നാണ്. ആ പ്ലെയിൻ ഇവിടെ വന്ന് മുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നേരത്തെ ഞാൻ ആ വാൾ പൊക്കാൻ നേരത്തെ, ഐ ഡോണ്ട് നോ ഇഫ് എനി ഓഫ് യു നോട്ടീസ് ദിസ്, ഐ തിങ്ക് ഇറ്റ് വാസ് ഗോയിങ് ടു ഫാസ്റ്റ്. നമ്മളിപ്പോ ഒരു 300 സെന്റിമീറ്റേഴ്സിൽ ഇവിടെ ഒരു സാധനം പൊക്കി. ഇവിടെ നമുക്ക് സെയിം സാധനം നമുക്ക് പൊക്കാനുണ്ട്. പക്ഷെ 300 സെന്റിമീറ്റേഴ്സ് 4 കോർണറിലും പൊക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ 300 എൻ്റർ 300 എൻ്റർ, ഭയങ്കര മെനക്കെട്ട പരിപാടി അത്. അപ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് പുഷ്, സ്റ്റാർ കൺട്രോൾ ഞെക്കി, സ്റ്റാർ വന്നു, ഇവിടെ ചെന്നങ്ങ് മുട്ടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും. ഇതിന് മിഡ് പോയിന്റിലും കൊണ്ടുപോയി നിർത്താൻ പറ്റും നമുക്ക്. ആ ഒരു ഓട്ടോ കാഡിലെ സ്നാപ്പ് ഫീച്ചർ ഇതിനകത്ത് ഇങ്ങനെയും അവൈലബിൾ ആണ്. ദിസ് ഇസ് വൺ വേ ടു ഡു ഇറ്റ്. ആൻഡ് ദെൻ യു ഹാവ് അനദർ തിങ്. നേരത്തെ നമ്മൾ ലൈക്ക് ഐ എം റിലേറ്റിംഗ് ഇറ്റ് ലോട്ട് ടു ഓട്ടോ കാഡ് ബിക്കോസ് ഇത് ഓട്ടോ കാഡിന്റെ ഒരു അനിയൻ, ഫൺ ലവിങ് അനിയൻ, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി ഈ ഒരു സോഫ്റ്റ്വെയറിനെ. നമ്മളിപ്പോൾ ഓട്ടോ കാഡിനകത്തും ബ്ലോക്കും യൂസ് ചെയ്യും, ഗ്രൂപ്പും യൂസ് ചെയ്യും. ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം സാധനം തന്നെ ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒറിജിനൽ സാധനത്തിന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പോകണം. അറ്റ് ദ സെയിം ടൈം ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ടുവരുന്ന ചേഞ്ചസ് തന്നെ എല്ലായിടത്തും റിഫ്ലക്ട് ആവും. സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ആക്കാം. ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇനി കോമ്പണൻസിൽ പോയി, ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ബിക്കോസ് ഇത് വെറും ഒരു ഗ്രൂപ്പാണ്. അറ്റ് ദ സെയിം ടൈം യു പുട്ട് ദിസ് ആസ് എ കോമ്പണന്റ്. Make this a component. Let's name it, say, cats and dogs. ഇനി നോക്കുമ്പോ cats and dogs എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ കിടപ്പുണ്ടാവും, ദാ കിടക്കുന്നു. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്യാം. ഈ സ്റ്റെയർ കേസ് അങ്ങനത്തെയൊക്കെയുള്ള റിക്കറിംഗ് ആയിട്ടുള്ള എലമെന്റ്സിന് ബിൽഡിംഗ് പണിയാൻ നേരത്ത് യു ക്യാൻ യൂസ് കോമ്പണൻസ്. നോട്ട് ജസ്റ്റ് സ്റ്റെയർ കേസ്, വാൾ പ്ലെയിൻസ് ആണെങ്കിലും കോളംസ് ആണെങ്കിലും അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കോമ്പണൻസ് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു സെലക്ട് ആൻഡ് മോഡിഫൈ ആൻഡ് replicate. So yeah, this is the base. ഇത് കഴിഞ്ഞും you have enough എന്താ പറയുക, ഇനിയും കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ. ഇതിൽ നിന്ന് സെക്ഷൻസ് കട്ട് ചെയ്യാൻ പറ്റും. ഈ സാധനത്തിൽ നിന്ന് ഈ ഒരു സെക്ഷൻ ടൂൾ യൂസ് ചെയ്യുക, ടൂൾസ് എടുക്കുക, സെക്ഷൻ പ്ലെയിൻ എടുക്കുക, ഒരു സെക്ഷന് ഒരു പേര് ഇടുക. ഇപ്പൊ തന്നെ സെക്ഷൻ 2 കിടക്കട്ടെ. നമ്മൾ എടുക്കേണ്ട ബ്ലോക്ക് പ്ലെയിൻ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക, മൂവ് ടൂൾ, ഇതാ കണ്ടോ, ഇതിന്റെ പല കഷ്ണങ്ങളായിട്ട് പല ഭാഗങ്ങളായിട്ട് നമുക്ക് കിട്ടും. എസ്കേപ്പ് അടിക്കുക, സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുക, ഇതെടുത്ത് കളയാം. ഇങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും
പലപ്പോഴും സെക്ഷൻസ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ആ സെക്ഷൻ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ ഫയൽ എക്സ്പോർട്ട് 2D ഗ്രാഫിക് എന്നിട്ട് പേര് സേവ് ചെയ്യുക, ലൊക്കേഷൻ സേവ് ചെയ്യുക, കാര്യം കഴിഞ്ഞു. ഇതാണ് സ്കെച്ചപ്പിന്റെ ഒരു ബേസിസം. ഇനി ഇതിൽ നിന്ന് നമുക്ക് യു ഹാവ് അതർ ഫീച്ചേഴ്സ് ലൈക്ക് ഇമ്പോർട്ടിംഗ് ജിയോ ലൊക്കേഷൻസ് ആൻഡ് സ്റ്റഫ്. അതൊക്കെ പ്രോ ആപ്ലിക്കേഷൻസിനകത്ത് നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് എടുക്കാവുന്നുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് എ ലിറ്റിൽ ടു, ഐ ഡോണ്ട് തിങ്ക് ഒറ്റയടിക്ക് അത് കയറ്റി കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആയി പോകും. സോ യാ, സെക്ഷൻ കട്ട് ചെയ്ത് വരുന്നൊന്ന് കാണിക്കാവോ? സെക്ഷൻ കട്ട് ചെയ്ത് വരുന്നു കാണിക്കാലോ. നമ്മളിപ്പോ സെക്ഷൻ എടുത്തു. ഞാൻ ഇവിടെ ഷോർട്ട് കട്ട് പ്ലേസ് ചെയ്തുകൊണ്ടാണ്. യു ക്യാൻ ഓൾസോ ഡു ദാറ്റ് വിത്ത് യുവർ ഓൺ സോഫ്റ്റ്വെയർ. ഇതാ ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, ഇനി ഇതിനെ നമുക്ക് ഒരു പാരലൽ പ്രൊജക്ഷനിൽ ഇട്ടു എന്നിരിക്കട്ടെ. പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ ഈ 2Dയിലൊക്കെ വരച്ചു വെച്ചേക്കുന്ന പോലെ കിട്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് ക്യാമറ. ആൻഡ് ദെൻ യു ക്യാൻ ഫയൽ പോയി എക്സ്പോർട്ട് ചെയ്യുക, 2D ഗ്രാഫിക്കിൽ ഇടുക. ഇപ്പോൾ ലെറ്റ്സ് സേ സാമ്പിൾ ഹോം എന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഒരു JPEG ആയിട്ട് നമ്മളിതിനെ എക്സ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതാ സാമ്പിൾ ഹോം ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കും കാണാൻ. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ CAD ഫയലായിട്ടും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ഡ്രോയിങ് ഫയലായിട്ടും. സോ അങ്ങനെ ആകുമ്പോൾ CADിനകത്ത് നമുക്ക് തുറക്കാൻ പറ്റും. സെക്ഷൻസ് കിട്ടി, റെഡിമെയ്ഡ് സെക്ഷൻസ് ആയി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലെവൽസ് ഒക്കെ ഉള്ള പ്രോജക്ട്സ് വരുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു വർക്ക് വിത്ത് SketchUp ആൻഡ് ദെൻ ലേറ്റർ ഇമ്പോർട്ട് ടു AutoCAD. മെഷർമെന്റ്സും ആക്യുറേറ്റ് ആയിരിക്കും. Anything else? Is there anything else that you would want me to demonstrate? ഇത് റിവിറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അത് എഡിറ്റബിൾ ആണോ? I'm not too sure about it, പക്ഷേ possible ആണ്, because there are people who work that way. SketchUp modelsനെ പിന്നീട് റിവിറ്റിലേക്ക് കയറ്റിയിട്ട് അതിനെ മാറ്റുന്നത്. ഓക്കെ. So yeah, I guess that's it. I don't think anybody really has a query about this. So thank you for listening. It's been wonderful. Thank you, Adira. Okay. സ്റ്റെഫിനി, വേറെ ക്ലാസ് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, എന്നാ ക്ലോസ് ചെയ്തെല്ലാം പറഞ്ഞോളൂ എല്ലാവരോടും. Okay. I think we are winding up the session. Adira is an architect. She is working with us. She is modeling a lot of projects for us. So she has very good expertise in the SketchUp software. If anybody wants more, one more classes, or like, if you need some support, you can surely request for the same. If anybody has any other questions, you can ask, otherwise we'll stop. Okay, thank you. Thank you, Brooke. Thank you all for joining. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.